ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാനൊരു ബ്രൗണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ബ്രൗണി എന്നാൽ എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. മിക്കവാറും പേർക്ക് ഇതറിയാമായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നമ്മുടെ ഈ ബ്രൗണി എന്ന് പറയുന്നത് എന്താ? അതൊരു കേക്കല്ല, ഒരു ബേക്ക്ഡ് ഡെസേർട്ടാണ്. ചോക്ലേറ്റ്, ബട്ടർ, കൊക്കോ പൗഡർ, ബ്രൗൺ ഷുഗർ, മൈദ, മുട്ട ഇവയെല്ലാം കൂടി ചേർത്ത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത് പോലെ തന്നെ ബേക്ക് ചെയ്താണ് ഈ ഡെസേർട്ട് എടുക്കുന്നത്. ബ്രൗണീസ് ഇന്ന് പലതരത്തിലുണ്ട്, പലതരത്തിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് റെഡ് വെൽവെറ്റ് ക്രീം ചീസ് ബ്രൗണിയാണ്. ഇതിലേക്കായി നമുക്ക് ആവശ്യമുള്ളത് 150 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ആണ്. 100 ഗ്രാം അളവിൽ ബട്ടർ എടുക്കണം. ഇനി നമ്മളെടുത്ത വൈറ്റ് ചോക്ലേറ്റും ബട്ടറും കൂടി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഡബിൾ ബോയിലിംഗ് രീതിയിലും ചെയ്തെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഓവനിലൊരു 5-10 മിനിറ്റ് വെച്ചാലും നമുക്ക് വേഗം മെൽറ്റായി കിട്ടും. ഞാനിവിടെ ഓവനിൽ വെച്ചാണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കൊരു 10 മിനിറ്റിനകത്ത് അത് മെൽറ്റായി കിട്ടും. നമ്മൾ ഈ ബട്ടറും ചോക്ലേറ്റും മെൽറ്റ് ആക്കാൻ വയ്ക്കുന്ന ടൈം കൊണ്ട് തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് മെഷർ ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദ 90 ഗ്രാമും കൊക്കോ പൗഡർ 10 ഗ്രാമുമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കേക്കി ടെക്സ്ചറായി പോകും. നമുക്ക് വേണ്ടത് ബ്രൗണിയാണ്, അപ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നമുക്ക് ആഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല. അടുത്തതായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഷുഗറാണ്. അത് ബ്രൗൺ ഷുഗറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബ്രൗൺ ഷുഗറാണ് നമ്മുടെ ബ്രൗണിക്ക് കൂടുതലും ഒരു ടേസ്റ്റ് വരുന്നത്. ആ ബ്രൗൺ ഷുഗറിൻ്റെ ഒരു ടേസ്റ്റാണ് നമ്മുടെ ബ്രൗണിക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നോർമൽ ഷുഗർ എടുത്താൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നില്ല. നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ച ചോക്ലേറ്റും ബട്ടറും കൂടി ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം വേണം നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 5-10 മിനിറ്റ് അതിന് ചൂട് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് വെച്ചിരിക്കാം. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് 1/2 kg റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് 1 kg ആണ് ചെയ്യേണ്ടതെങ്കിൽ 4 മുട്ട എടുക്കുക. അതുപോലെ തന്നെ 250 ഗ്രാമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, കാൽക്കിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 1 മുട്ടയാക്കിയിട്ട് ആ അളവുകൾ അതേപടി 1/2 kg നിങ്ങൾക്ക് കാൽക്കിലത്തിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതിയും, 1 കിലോത്തിന് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയും എടുത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് 1/2 kg ആവശ്യമായിട്ടുള്ളത് 2 മുട്ട, പിന്നെ അര ടീസ്പൂൺ വനില എസൻസ്, പിന്നെ 1 നുള്ളു ഉപ്പ്, ഇവ ഇത്രയും ചേർത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന്, അതായത് നമ്മൾ കേക്കിന് ബീറ്റ് ചെയ്യുന്നത് പോലെ ബീറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബ്രൗൺ ഷുഗറും ആഡ് ചെയ്ത് ആ ഷുഗർ ഒന്ന് മെൽറ്റ് ആവുന്നതുവരെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലും ഫ്ലഫി ആയിട്ട് വരേണ്ടതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ കേക്കല്ല ഉണ്ടാക്കുന്നത്, ബ്രൗണിയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടറും ചോക്ലേറ്റും മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഇതിലൊന്ന് ജസ്റ്റ് കൂടി ചേരുന്നത് വരെ ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ വേണ്ട, ജസ്റ്റ് നമുക്കിങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്റർ വന്നിട്ട് കേക്കിൻ്റെ ബാറ്റർ പോലെ ആയിപ്പോകും. അപ്പോൾ കൂടുതൽ നമ്മൾ ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഞാൻ റെഡ് കളറാണ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിനൊക്കെ നമ്മൾ യൂസ് ചെയ്യത്തില്ലേ, സൂപ്പർ റെഡാണ് ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 4 ഡ്രോപ്പാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കളർ അധികം വേണ്ടാന്നുണ്ടെങ്കിൽ 2 ഡ്രോപ്പോ 3 ഡ്രോപ്പോ ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലോട്ടൊന്ന് അരച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ നമുക്ക് ബീറ്റർ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് നമ്മളൊരു വിസ്ക് കൊണ്ട് തന്നെ അത് ഒന്ന് മിക്സ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ട്രേയിൽ ഒഴിച്ച് നട്ട്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സ് കൂടി വിതറി കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ നട്ട്സ് നേരത്തെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ ഇതിനോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അതായത് ക്രീം ചീസ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തതാണ്, നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും. ഞാനിത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്താണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളിത് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിനകത്ത് വെച്ച് 30 മുതൽ 35 മിനിറ്റ് വരെ 180 ഡിഗ്രിയിൽ വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പലരുടെ ഓവനും പല ടൈപ്പിലായിരിക്കും ഹീറ്റ് വരുന്നത്. ചിലർക്ക് 35 മിനിറ്റ് ആയിരിക്കും, ചിലർക്ക് 40 മിനിറ്റ്, ചിലർക്ക് അതിൽ കുറവായിരിക്കാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെച്ചെടുക്കുക. അപ്പോൾ ഞാനൊരു 35 മിനിറ്റാണ് വെച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ബ്രൗണി നമ്മൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ പൊടിഞ്ഞ് കയ്യിൽ വരും. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കഴിക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.